and welcome you all to Kalakshetra USA. പാടാം നമുക്ക് പാടാം എന്ന ഈ സംഗീത പരിപാടിയിലേക്ക് ഞാൻ എന്നെ ആദ്യം പരിചയപ്പെടുത്തട്ടെ. ഐ എം ഐശ്വര്യ പ്രശാന്ത്. ഐ എം ഫ്രം ബോസ്റ്റൺ. നിങ്ങൾ ആരും പേടിക്കണ്ട, ഇന്ന് ഞാനല്ല പാട്ട് പാടുന്നത് കേട്ടോ. വി ഹാവ് അമേസിംഗ് സിംഗർ വെയിറ്റിംഗ് ഫോർ യു അറ്റ് ദ ബാക്ക് എൻഡ്. അവരെല്ലാം നമ്മൾ പരിചയപ്പെടുന്നതാണ്. അപ്പൊ കലാക്ഷേത്ര USA കുറിച്ച് ഏതാനും കുറച്ച് വാക്കുകൾ പറയട്ടെ. ഇത് ആദ്യമായി കാണുന്നവരുണ്ടാവും, ഇത് എപ്പോഴും എല്ലാ ആഴ്ചയും കാണുന്നവരും ഉണ്ടാവും. കലാക്ഷേത്ര USA is a non-profit organization. USA-യിലും കാനഡയിലുമുള്ള ഒട്ടനേകം കലാകാരന്മാരെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക, അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കുക എന്നുള്ള മഹത്തായ ഒരു കാര്യമാണ് കലാക്ഷേത്ര USA ചെയ്തു വരുന്നത്. കലാക്ഷേത്ര USA also has online classes for music, dance, online ചെണ്ട ക്ലാസ്സസ്, ഓൺലൈൻ മലയാളം ക്ലാസ്സസ്, ഇതൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്കോ നിങ്ങളുടെ കുട്ടികൾക്കോ any of these classes, if they are interested, write us to kalakshetrausa@gmail.com. അല്ലെങ്കിൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലേക്ക് പോവാം, നമുക്ക് മെസ്സേജ് അയക്കാം. സോ ദെൻ one of us will respond to you, so you get all the details. പിന്നെ കലാക്ഷേത്ര USAയുടെ ഇത് 67th എപ്പിസോഡാണ്. Is it amazing? I feel it's really amazing, right? അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയോ? ബിക്കോസ് വി ഹാവ് എ വൈഡ് ഓഡിയൻസ്. നിങ്ങളെ പോലുള്ള പ്രേക്ഷകരാണ് ഞങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം ഇത്രയധികം സക്സസ് ആക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ മെൻഷൻ ചെയ്യേണ്ട ഏറ്റവും വലിയ ആൾക്കാർ ആരാണെന്ന് വെച്ചാൽ നമ്മുടെ സ്പോൺസേഴ്സ് ആണ്, അല്ലേ? സോ സക്സസ് ബിഹൈൻഡ് എനി ഷോ ഡെഫിനറ്റ്ലി നമ്മുടെ സ്പോൺസേഴ്സ് ആയിരിക്കും. ആരൊക്കെയാണ് നമ്മുടെ ഈ സ്പോൺസേഴ്സ് എന്ന് അറിയണ്ടേ? The first sponsor we have today is Don Thomas. He's a solar power consultant. Don Thomas, അപ്പോൾ നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുകയാണ് എന്നുള്ള ആശങ്കയൊന്നും വേണ്ട. So what you want to do is just contact Don Thomas. He's a solar power consultant. രണ്ടാമത്തെ നമ്മുടെ ഇന്നത്തെ സ്പോൺസർ ആണ് മിസ്റ്റർ ദിലീപ് പിള്ളായി. സോ നിങ്ങൾ ആരിസോണയിലേക്ക് മൂവ് ചെയ്യാണ്, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് യു ഡോണ്ട് നോ ഹൂ ഈസ് ദ റിയൽ എസ്റ്റേറ്റ് ഏജന്റ്, നമുക്ക് അറിയുന്ന മലയാളി ചേട്ടൻ അവിടെ ഉണ്ടോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട. You can definitely contact Mr. Dilip Pillai. പിന്നെ അടുത്ത സ്പോൺസർ എന്ന് പറയുന്നത് നമ്മളെ wanderdeal.com ആണ്. ഇറ്റ്സ് an amazing website where you can go and book your vacation packages, travels ഒക്കെ. ഇപ്പൊ നമ്മുടെ നാട്ടിലേക്കൊക്കെ പോയിട്ട് ഒത്തിരി ആയില്ലേ. സോ ഇനി ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ബുക്കിംഗ് അഗെയിൻ ദ ഫ്ലൈറ്റ്സ് ആർ കാച്ചിങ് അപ്പ്, എയർലൈൻസ് ആർ കാച്ചിങ് അപ്പ്. അപ്പൊ നിങ്ങൾ wanderdeal.com പോയി കഴിഞ്ഞാൽ you can book all the things, not even to India, to any country you want to go for a vacation, go now. So visit wanderdeal.com. നാലാമത്തെ സ്പോൺസർ എന്ന് പറയുന്നത് sendmycare.com ആണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ്സ് എത്തിക്കണം. സംടൈംസ് വി ഡോണ്ട് നോ, നമ്മൾ ഇവിടെ നിന്ന് ഒരു സാധനം അയച്ചു കഴിഞ്ഞാൽ നാട്ടിലെത്തുമോ? ആമസോൺ അല്ലാതെ വി ഡോണ്ട് നോ വിച്ച് സൈറ്റ് ടു റിലേ അപ്പോൺ. സോ അങ്ങനത്തെ ഒരു കൺഫ്യൂഷനും വേണ്ട. ഗോ ടു sendmycare.com ആൻഡ് സെൻഡ് യുവർ ഗിഫ്റ്റ്സ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പോൺസേഴ്സ്. അപ്പം ഞാനിപ്പോൾ കുറെ നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. സോ യു ഗൈസ് ആർ തിങ്കിങ്, വേർ ആർ ദ സിംഗേഴ്സ്? ആർ ദേ നോട്ട് ഹിയർ യെറ്റ്? ഞാൻ മാത്രം പറഞ്ഞാൽ മതിയോ? യാ, ഇറ്റ്സ് ടൈം ടു മീറ്റ് അവർ സിംഗേഴ്സ്, ഓഫ് കോഴ്സ്. അപ്പം ഇന്ന് നമുക്ക് 2 അമേസിംഗ് സിംഗേഴ്സ് ആണ്. സോ 3 അമേസിംഗ് സിംഗേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് നമ്മുടെ സിംഗേഴ്സിനെ പരിചയപ്പെടാം. ഫസ്റ്റ് വി ഹാവ് സുനീത ജയകുമാർ ഫ്രം കാലിഫോർണിയ. ഹലോ സുനീത. ഹലോ, ഹായ്. ഹായ് സുനീത, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഐശ്വര്യ നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. Oh, that's great to hear. And you great to see how I love your earrings and all those necklaces and all those jewelry really looks great on you. Thank you, Aishwarya. Thank you so much. Hear songs from you. തീർച്ചയായിട്ടും. നമുക്ക് പിന്നെ ഉള്ള അടുത്ത പാർട്ടിസിപ്പൻസ് ആരാണെന്ന് വെച്ചാൽ മിസ്റ്റർ വിൻസെന്റ് പാപ്പച്ചൻ ആൻഡ് ഹിസ് വൈഫ് സുഷ വിൻസെന്റ്. ഹായ് വിൻസെന്റ്. Hi Susha. Namaskaram. Hello, namaskaram. Welcome to the show. They're coming from Canada. So hope you guys had dinner and you're all set for the show to move on, right? Yes, Aishwarya. Thanks, Aisha. Okay. So now for all family ആയിട്ട് ഇന്ന് കാണാണ്. I hope you're all having a great time. So അടുത്തതായി നമുക്ക് പാടാൻ Vincent and Susha is here. Which song are you going to sing to it? ഇത് റോജ എന്ന മൂവിയിലെ ഭയങ്കര തരംഗം സൃഷ്ടിച്ച ഒരു മൂവിയാണ് റോജ. അത് എല്ലാ ഭാഷകളിലും തന്നെ വന്നിട്ടുണ്ട്. അതിലെ പുതുവെള്ളമഴ എന്നുള്ള സോങ്. ഇത് എ റഹ്മാൻ മ്യൂസിക്, ഉണ്ണിമേനോൻ സാറാണ് അതിൻ്റെ പാട്ട് പാടിക്കുന്നത്, പിന്നെ സുജാത മാം. അപ്പോൾ ഇതിൻ്റെ ഇത് ഞാനൊരു ഇതിൻ്റെ വൈരമുത്തുമായിരുന്നു എന്നൊന്ന് ഇതിൻ്റെ ലിറിക്സ് എഴുതിയത്.
അപ്പോൾ അതിൻ്റെ ഒരു ടോക്ക് ഞാൻ കേട്ടിരുന്നു. ഈ പാട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ അവർക്ക് ആ സമയത്ത് കാശ്മീരിലൊക്കെ ഷൂട്ടിംഗ് ഒക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. ഈവൻ ഇഫ് ഈ പാട്ട് നമ്മൾ ഊട്ടിയിൽ അല്ലെങ്കിൽ കൊടൈക്കനാൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ പാട്ടിൻ്റെ ലിറിക്സ് അത്രയും പവർഫുൾ ആയിരിക്കണം, ആ ഒരു കാശ്മീരിൻ്റെ ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും രസമായിട്ട് കുറേ നേരം എഴുതി ഉണ്ടാക്കിയതാണ് ഈ ഇതിൻ്റെ ലിറിക്സ് എന്ന് കേട്ടിട്ടുണ്ട്. ന്യൂ തിങ് ടു മീ, ആദ്യമായിട്ട് കിട്ടുന്ന അറിവ് കേട്ടോ. ഞങ്ങളൊന്ന് ട്രൈ ചെയ്യുന്നേ ഉള്ളൂ, മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അതൊന്നും കുഴപ്പമില്ല. വി ആർ ഹിയർ ടു ലൈക്ക് റിലാക്സ് ചെയ്യൂ, യു എൻജോയ് വെൻ യു സിംഗ്, അതാണ് നമുക്ക് വേണ്ട. ആൻഡ് വി വിൽ ഡെഫിനറ്റ്ലി ബി എൻജോയിങ്. സോ ഓവർ ടു യു. താങ്ക് യു. താങ്ക് യു. வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது. இங்கு சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது. நதியே நீயானா நானே, சிறு பறவை நீயானா உன் வானம் நானே. வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது. பெண் இல்லாத ஊரிலே அடியாய் பூ கேட்பதில்லை, பெண் இல்லாத ஊரிலே கொடிதான் பூ பூப்பதில்லை. உன் புடவை முந்தானை சாய்ந்தது, இந்த பூமி பூ பூத்தது. புது வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது. சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது. புது வெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா. உடல் நனைகின்றது. That's it. താങ്ക് യു. Thank you. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഡ്യുവറ്റിന് എടുക്കാൻ പറ്റിയ പാട്ടാണ്. നിങ്ങൾ ഈ പാട്ട് സെലക്ട് ചെയ്തപ്പോ ഇതിന്റെ പുറകെ വല്ല സ്റ്റോറി ഉണ്ടോ? ലൈക്ക് നിങ്ങളുടെ ഹണിമൂൺ ടൈമോ അല്ലെങ്കിൽ എന്താ പറയാ കല്യാണത്തിന് മുന്നേ ഉള്ള ടൈമോ? വാസ് ഇറ്റ് ആൻ അറേഞ്ച് മാരേജ്? കൻ ഐ ആസ്ക് ദാറ്റ്? Yeah, it was an arranged marriage. ഓക്കെ ഓക്കെ. പക്ഷെ ഞാൻ ആളുടെ പാട്ട് പള്ളിയിൽ പാടുന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ അപ്പൊ ഫാനായിട്ടാണ് കല്യാണം കഴിച്ചില്ലേ? ഞങ്ങള് ചെന്നൈയിലായിരുന്നു. ഞങ്ങൾ ചെന്നൈ സാന്തോം ചർച്ചിലായിരുന്നു, അവിടെ കൊയറിലുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ കണ്ടു, അങ്ങനെ ഒരു പ്രപ്പോസലായിട്ട് വന്നു, അങ്ങനെ അറേഞ്ച്ഡ് ആയിരുന്നു. ഓക്കെ. പക്ഷെ പുള്ളിക്കാരി അതിന് മുന്നേ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണോ അറിഞ്ഞതോ? ഈ ഷോയിൽ കൂടെയാണോ അറിയുന്നത്, അതോ പറഞ്ഞിട്ടുണ്ടോ? നട്ടിച്ച് കിടങ്ങൂ.
അവര് സൺഡേ ഫുൾ ഐ മീൻ കൊയർ ഇവിടെ ആയിരുന്നു. അപ്പൊ അങ്ങനെ പാട്ട് കേട്ടിട്ടുണ്ട്, ഇഷ്ടമായിരുന്നു പാട്ട്. പക്ഷെ ആളാണ് കൂടുതലൊന്നും അറിയത്തുണ്ടായിരുന്നില്ല. ഓ ദാറ്റ്സ് എ സ്വീറ്റ് മെമ്മറി അല്ലേ? അപ്പൊ നിങ്ങളും ആ ഒരു എന്താ പറയാ ഒരു പഴയ കുറച്ച് ഫ്ലാഷ് ബാക്ക് പോയോ പാടിക്കൊണ്ടിരിക്കുമ്പോ? പഴയ ഓർമ്മകൾ എല്ലാം ഫ്ലാഷ് ബാക്കിലേക്ക് പോയി. ഇപ്പൊ റിയാലിറ്റിയുടെ ഷോയിൽ ഇരുന്ന് പാടുന്നു നിങ്ങളിപ്പോ. ഫ്ലാഷ് ബാക്ക് പോവാനായിട്ട് പറ്റിയില്ല, കാരണം പാട്ടിന്റെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു. നല്ല ആ ഒരു റോജ മൂവി, അരവിന്ദ് സ്വാമി, മധുബാല, നമുക്ക് അതൊക്കെയാണ് മെമ്മറീസ് വരുന്നത് അല്ലെ? ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ പിക്ചറൈസേഷൻ. പാട്ട് കേൾക്കുമ്പോൾ ഇവിടെ ഓൾറെഡി തണുപ്പാണല്ലോ, നമുക്കിപ്പോ ഓൾറെഡി തണുപ്പ് തുടങ്ങിയല്ലോ. ഐ വാസ് ഫീലിംഗ് ലിറ്റിൽ ബിറ്റ് ഷിവറിംഗ്. ഈവൻ ഇവിടെയും നമ്മളിപ്പോ യുഎസിലൊക്കെ കാനഡയിലൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നത് ഇപ്പോ ഈ ഒരു സ്നോ ഒക്കെ വരുമ്പോ എല്ലാവരും അതേപോലെ സാരിയൊക്കെ ചുരിയിട്ട് ഡാൻസ് ചാലഞ്ച്. നമ്മൾ ഹിന്ദി മൂവീസിലൊക്കെ പോലെ സ്നോ വരുമ്പോ നമ്മൾ സാരി എടുക്കുന്നു ആൻഡ് വി ജസ്റ്റ് ട്രൈ ടു മിമിക് ദാറ്റ്. നമ്മളെല്ലാം എൻജോയ് ചെയ്യണം. ഓരോ സീസൺസിനും അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ട്. സോ നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്കിപ്പോ സ്നോവും ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നു. ലൈക്ക് ഇന്ത്യയിലുള്ളപ്പോ നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു വ്യൂവോ ഇതൊക്കെ നമ്മൾ കൊതിച്ചിട്ടുണ്ടല്ലേ പണ്ട് മൂവീസ് കാണുന്ന സമയത്ത്. ഓ ഇതുപോലത്തേക്ക് ഒരു സ്ഥലത്തൊക്കെ ഒന്ന് പോവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നീ കാശ്മീർ വരെയെങ്കിലും പോണ്ടി വരും ഇന്ത്യയിൽ ഇരിക്കുകയാണെങ്കിൽ. പോയിട്ടുണ്ട് സ്നോ കാണാൻ വേണ്ടി പോയിട്ടുണ്ടോ? അതല്ല, ചുമ്മാ ഡാഡി ബാങ്കിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ഒരു ഇയർലി ട്രിപ്പ് പോലെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പോയിട്ടുണ്ട്. സോ അത് ഇച്ചിരി റിസ്ക് ആയിരുന്നു. പക്ഷേ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പ്ലേസ് ഐ വുഡ് സേ. ലൈക്ക് കാരണം അതൊക്കെ നമുക്ക് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഭയത്തോടുകൂടി പോകണം അതൊക്കെ കാണാൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും രസമായിട്ടുള്ള ഇച്ചിരി ലേക്സും വാലീസും സംഭവം കാണേണ്ട ഒരു സ്ഥലമാണ്. പൊളിയാണ് കാശ്മീർ. പറഞ്ഞിട്ടേ അറിയുള്ളൂ, അല്ലെങ്കിൽ മൂവീസിൽ കൂടെ എനിക്കറിയില്ല. ഐ ഹാവ് നെവർ ബീൻ ദെയർ. അത് സംസാരിച്ച് വരുമ്പോൾ നമ്മൾ ആർമിയെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ ഇന്ന് October 2 ആണ്, ഗാന്ധി ജയന്തിയാണ്. അത് പെട്ടെന്നാണ് ലൈക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഈ വ്യൂവേഴ്സ് കാണുന്ന എല്ലാവരും, നമ്മളെല്ലാം ഇന്ത്യയിലല്ലെങ്കിലും നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഗാന്ധി ജയന്തി ഒരു നടന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടിലല്ലേ. ഓൾറെഡി അവിടെ October 3 ആയി, സ്റ്റിൽ ഇറ്റ് ഇസ് October 2 ഹിയർ. അപ്പൊ ഈ ഒരു എപ്പിസോഡ് ഞങ്ങളുടെ വക ഒരു ഡെഡിക്കേഷൻ ആയിട്ട് ഗാന്ധി ജയന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ അർപ്പിക്കുകയാണ്. സിൻസ് വി ടോക്ക്ഡ് അബൌട്ട് ആർമി ആൻഡ് സല്യൂട്ട് ടു ഓൾ അവർ സോൾജേഴ്സ്. നമ്മുടെ നാടിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന എല്ലാ സോൾജേഴ്സിനും ഒരു സല്യൂട്ട് ഫ്രം അവർ കലാക്ഷേത്ര USA. അപ്പോ നൗ ഓവർ ടു ദ നെക്സ്റ്റ് സോങ്. സുനിത എവിടെ പോയി? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ നിങ്ങളുടെയൊക്കെ പാട്ട് അടിപൊളി രണ്ടുപേരും. ഫസ്റ്റ് ഞാൻ അത് പറയണം, രണ്ടുപേരുടെ പാട്ടും സൂപ്പർ സൂപ്പർ സൂപ്പർ. നെക്സ്റ്റ് സുഷ, ആർ യു ദേർ? ഹലോ ഐഷു. ഹലോ സുഷ, ഹൗ ആർ യു ഡൂയിങ്? പാട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാണോ? നോക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഷോയിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ഹിന്ദി 4 ലാംഗ്വേജസിലുള്ള പാട്ടുകളാണ് നമുക്കുള്ളത് കേട്ടോ. ആർക്കും പരാതി ഇല്ലല്ലോ അല്ലെ? എല്ലാ ലാംഗ്വേജും കവർ ചെയ്തു. ഇനി ഇതിന് പുറമെ നിങ്ങൾക്ക് എന്തെങ്കിലും ലാംഗ്വേജസ് വേണമെങ്കിൽ അത് നമ്മൾ അടുത്ത എപ്പിസോഡായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നതാണ്. ബിക്കോസ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന സിംഗേഴ്സിന് ദേ ആർ ലൈക്ക് റിയലി ഗുഡ്. എല്ലാ ലാംഗ്വേജസും നല്ലതായിട്ട് അറിയുന്ന ആൾക്കാരാണ്. അപ്പൊ അടുത്തതായിട്ട് നമ്മള് US-ലൊക്കെയാണ്. ഐ ഡോണ്ട് നോ ഇഫ് കലാക്ഷേത്ര USA-യുടെ ഇതിൽ തന്നെ എനിബഡി ഹാസ് കം വിത്ത് ദ ഇംഗ്ലീഷ് സോങ്സ്. മേ ബി ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം സുഷ ആൻഡ് യു ആർ ഗോയിങ് ടു ബ്രേക്ക് ദ റെക്കോർഡ്. സോ സുഷ നമുക്ക് വേണ്ടി പാടുന്നത് ടൈറ്റാനിക്കിലെ എവറി നൈറ്റ് ഇൻ മൈ ഡ്രീംസ് എന്ന സോങ് ആണ്. സെലിൻ ഡിയോന്റെ. എല്ലാവർക്കും ഐ തിങ്ക് ഇന്ത്യയിലുള്ള നമ്മുടെ മലയാളീസിനൊക്കെ ആ ഒരു ടൈറ്റാനിക് ഇറങ്ങിയ സമയത്ത് വളരെ ഹിറ്റായ ഒരു സോങ് ആണ് അല്ലെ? അപ്പോ സുഷ ഈ സോങ് എടുക്കാൻ എന്താണ് റീസൺ? ലൈക്ക് ഈസ് ദെയർ എനി റീസൺ വൈ യു വാണ്ട് ടു സിംഗ് ദ സോങ്, ഓർ എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ ഈ സോങ്ങിനെ കുറിച്ച്? അതെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിത് ഒരു ട്രയലാണ്. സോ കുഴപ്പമില്ല. എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ചേർത്തലയിൽ, ശാലിനി എന്നാ പേര്. ഒരു 12th സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. സോ ഷീ യൂസ് ടു സിങ് ദിസ് സോങ് ബ്യൂട്ടിഫുള്ളി ആക്ച്വലി. സോ ഫസ്റ്റ് ടൈം ഞാൻ ഈ സോങ് കേൾക്കുന്നത് ആള് പാടിയിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അപ്പോൾ എന്തോ ഭയങ്കര എനിക്കിഷ്ടം തോന്നി. പിന്നെ നമ്മൾ ഈ ജൂക്ക് ബോക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ പണ്ട് കാലത്ത് എപ്പോഴും ഈ പാട്ട് ഇങ്ങനെ വരുമായിരുന്നു. അതിങ്ങനെ കേട്ട് കേട്ട് കുറച്ച് അപ്പോഴേ ഞാൻ പഠിച്ചു വെച്ചതാണ്. പക്ഷെ ഇപ്പോഴാണ് ഒന്ന് പുറത്തിറക്കാൻ പറ്റിയല്ലേ? പഠിച്ചു, കംപ്ലീറ്റ് പഠിച്ചോന്ന് അറിയത്തില്ല. Okay, I'm trying. We are all waiting to listen from you, Usha. So all yours. Yeah, sure.
വണ്ടർഫുൾ. ആ ഒരു മൂവിയുടെ ഒക്കെ സീൻസ് എല്ലാം ഓർമ്മ വരികയായിരുന്നു. ആസ് ഐ വാസ് ലൈക്ക് ലിസണിങ് ടു യു. ടൈറ്റാനിക് അല്ല, എത്ര ഹിറ്റായ ഒരു മൂവി ആയിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ലൈക്ക് ഇംഗ്ലീഷ് മൂവി ഇത്രയും ഒരു ഫാമിലി ആയിട്ട് പോയി കണ്ട ഒരു മൂവി എനിക്ക് തോന്നുന്നില്ല വേറെ ഉണ്ടാവും, ഒരു ഹോളിവുഡ് മൂവി അതെ അല്ലേ? വളരെ വളരെ നല്ലൊരു മെമ്മറീസ് ഉണ്ടോ ടൈറ്റാനിക് മൂവി കാണാൻ പോയതിന്റെയോ? വാസ് ഇറ്റ് യുവർ സ്കൂൾ ടൈം ഒരു കോളേജിലായിരുന്നോ ഈ മൂവി വന്നപ്പോ? ഞാൻ തിയേറ്ററിൽ പോയല്ല കണ്ടത്. ഞാൻ വീട്ടിൽ കമ്പ്യൂട്ടറിലാണ് കണ്ടത്. ഓക്കെ. അപ്പം എന്താ പറയാ, നല്ലൊരു ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് ടൈമിലായിരുന്നു കണ്ടത്, ഞാൻ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ. സോ എനിക്ക് മൂവി ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ ആ പാട്ട് വളരെ ഇഷ്ടം. പാട്ട്, അതെ അതെ. തന്റെ ഒരു ആ ഫ്രണ്ടില്ലേ നേരത്തെ പറഞ്ഞ ആ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തോളൂ ഈ പാട്ട്. ആ ഷുവർ പുള്ളിക്കാരിയാണല്ലോ ഓർമ്മ വന്നത്, +2 പഠിക്കുമ്പോ ഉണ്ടായിരുന്ന ഫ്രണ്ട് അല്ലേ? വാട്ട് വാസ് ഹർ നെയിം? ശാലിനി, ചേർത്തലയിൽ ശാലിനി. നിന്നുള്ള ശാലിനി. ചേർത്തലയിൽ നിന്നുള്ള ശാലിനി ഈ ഒരു കലാക്ഷേത്ര USA പാടാൻ നമുക്ക് പാടാം കാണുന്നുണ്ടെങ്കിൽ സുഷ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു ഈ സോങ് താങ്കൾക്ക് വേണ്ടി. അപ്പൊ ലെറ്റ് ഹെർ നോ ദാറ്റ് യു സാങ് ദിസ് ടുഡേ. അപ്പൊ എനിക്ക് ടൈറ്റാനിക് മൂവി ഒക്കെ വരുമ്പോൾ ഐ വാസ് ഇൻ മൈ സ്കൂൾ ഡേയ്സ്. സോ നമ്മളെയൊക്കെ സ്കൂളിൽ നിന്ന്, ബിക്കോസ് ദിസ് മൂവി വാസ് സോ ഗുഡ്, അവര് നമ്മളെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഈവൻ ഫോർ ദ കിഡ്സ് ടു വാച്ച് എല്ലാ തിയേറ്റേഴ്സിലും ആ സമയത്ത് ഷോ ഉണ്ടായിരുന്നു, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് പെർമിഷൻ തന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പോയിട്ട് ലൈക്ക് ഫ്രം ദ സ്കൂൾ വി ആർ ഗോയിങ്. ഞാനൊക്കെ പഠിച്ചത് കോൺവെന്റ് സ്കൂളിലാണ്. അപ്പോൾ ഈ മൂവി അങ്ങനെ പോയി കാണാൻ പറ്റിയതും ഇറ്റ് വാസ് എ റിയലി ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ആ ഒരു ഏജിൽ ഒരു ഇംഗ്ലീഷ് മൂവിയൊക്കെ കണ്ട്, ഐ വാസ് നോട്ട് ലൈക്ക് ഹോളിവുഡ് മൂവീസ് ഒന്നും കാണുന്ന നമ്മുടെ നാട്ടിലൊന്നും അത്ര ഇല്ലല്ലോ. ഇവിടെയൊക്കെ വന്ന പിന്നെയാണ് ഐ സ്റ്റാർട്ടഡ് വാച്ചിങ് ഹോളിവുഡ് മൂവീസ് ഒക്കെ. സോ അങ്ങനെ നല്ല കുറെ ചൈൽഡ്ഹുഡ് മെമ്മറീസിലൊക്കെയാണ് എന്നെ ഈ ഒരു പാട്ട് കൊണ്ടുപോയത്. ഐ തോട്ട് സെയിം ലൈക്ക് വെൻ യു ആർ സിംഗിങ് അതൊക്കെ ഓർമ്മ വരുന്നുണ്ടാവും അല്ലെ? ഓരോ ലിറിക്സ് ഇങ്ങനെ പാടുമ്പോഴും പാട്ടിങ്ങനെ അതെ അത് അതെ ആസ്വദിച്ച് പോകുമ്പോഴും. ഐശ്വര്യ പറയുന്നത് വളരെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. നന്നായിട്ട് പാടി കേട്ടോ, അടിപൊളി. ഈ പാട്ടൊക്കെ പാടുന്നതൊന്നും വളരെ എളുപ്പമുള്ള കാര്യമൊന്നും അല്ല. ഇതില് പിന്നെ വന്നിട്ട് ഇംഗ്ലീഷ് പാടണമെങ്കിൽ അതൊരു തനി ഒരു വേറെ ലെവലാ അത്. അതെ അതെ അതെ, ആ, വേറെ എന്തെങ്കിലാണ് ഇപ്പൊ. വേറെ ലെവലുമാ സുഷ. അതെ. സുനിതയുടെ ഒക്കെ പാട്ടിന്റെ മുമ്പിൽ ഒന്നുമില്ല, എന്നാലും ജസ്റ്റ് അയ്യോ, ട്രൈ. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. അതുപോലെ ലൈഫിൽ ഇറ്റ് ഇസ് നോട്ട് ഈസി. നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അയക്കുകയല്ല, നമ്മൾ കറക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഇല്ല. പീപ്പിൾ ആർ വാച്ചിങ് യു. ആ ഒരു ടൈമിൽ അത് പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. So, സുഷ, അടിപൊളി. നമ്മുടെ വക ഒരു കയ്യടി കേട്ടോ. അതെ അതെ. താങ്ക് യു. ഓക്കെ. രണ്ടാമത്തെ നമ്മുടെ ഇന്നത്തെ സ്പോൺസർ ആണ് മിസ്റ്റർ ദിലീപ് പിള്ളൈ. അപ്പൊ നിങ്ങൾ ആരിസോണയിലാണെങ്കിൽ ഡോണ്ട് വറി അബൌട്ട് എനി റിയൽ എസ്റ്റേറ്റ് എൻക്വയറി അല്ലെങ്കിൽ വീട് വാങ്ങണം, മൂവിങ്, എനി ക്വസ്റ്റ്യൻസ് യു ക്യാൻ കോൺടാക്ട് മിസ്റ്റർ ദിലീപ് പിള്ളൈ. മൂന്നാമത്തെ നമ്മുടെ സ്പോൺസർ ആണ് wanderdeal.com. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രാവൽസ് വരുന്നുണ്ട്, നാട്ടിൽ പോകണം, വെക്കേഷൻ പ്ലാൻ ചെയ്യണം, യു ഡോണ്ട് നോ വെയർ ടു ഗോ ഫോർ ആൻഡ് ചെക്ക്, www.wanderdeal.com is one of the sites where you can, എന്താ പറയുക, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു സൈറ്റ് ആണ്. നാലാമത്തെ നമ്മുടെ sendmycare.com. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾക്ക് ഗിഫ്റ്റ്സ് അയക്കണമെങ്കിൽ ഒരു പേടിയും വേണ്ട, ഗിഫ്റ്റ്സ് നാട്ടിൽ ഡെലിവർ ആവും, ദേ വിൽ ബി ഹാപ്പി. അപ്പോൾ നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് sendmycare.com. സ്പോൺസേഴ്സിന് നമ്മുടെ ഹാർട്ട് ഫെൽറ്റ് താങ്ക്സ് ആണ് കേട്ടോ. ഈ ഷോ ഇങ്ങനെ സക്സസ്ഫുൾ ആയി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഈ ഇവരുടെ സ്പോൺസേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഈക്വലി 2 പേര് ഇതിന് വേണ്ടിയിട്ട് എല്ലാ ആഴ്ചയും ശനിയാഴ്ച ഈ പരിപാടി എത്തിക്കുക. അത് ചെറിയ കാര്യമൊന്നുമല്ല, അതിന് കുറെ ബാക്ക്ഗ്രൗണ്ട് വർക്ക് ഉണ്ട്, ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പോൾ ഒരു 1.5 വർഷമായിട്ട് നിങ്ങളുടെ മുന്നിൽ കറക്റ്റ് 6 PM PST 9 PM ESTക്ക് നിങ്ങളെല്ലാം ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് 2 വ്യക്തികൾ നെടുന്തൂണുകളാണ് ഈ ഒരു ഷോയുടെ. വൺ ഈസ് മിസ്റ്റർ ശ്രീജിത്ത് ശ്രീനിവാസൻ, പിന്നെ നമ്മുടെ സുധീർ കൈമന. അപ്പോൾ ഇവര് രണ്ടുപേരും ഇല്ലെങ്കിൽ ഐ കനോട്ട് ഇമാജിൻ. നമ്മളൊക്കെ ഇന്ന് ഇവിടെ ഇരുന്ന് ഹോസ്റ്റ് ചെയ്യുന്നു, പാടുന്നു, മൈക്കിന്റെ ഇത് തൊട്ട് എല്ലാ കാര്യം, ടെക്നിക്കൽ തിങ്സ്, ലൈറ്റിംഗ് തൊട്ട് എല്ലാം ഫ്രം 1 വീക്ക് ദേ ആർ പുട്ടിങ് എഫേർട്ട്. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ 1.5 വർഷമായിട്ട് ഈ ഷോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എവറി വീക്ക് ദേ ആർ ഡെഡിക്കേറ്റിംഗ് ദെയർ ടൈം ടു ഹോസ്റ്റ് എ വണ്ടർഫുൾ ഷോ നിങ്ങളുടെ മുന്നിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ താങ്ക് യു സ്പോൺസേഴ്സ്, താങ്ക് യു ശ്രീജിത്ത് ആൻഡ് സുധീർ ചേട്ടാ. അപ്പോൾ കമ്മിങ് ബാക്ക് ടു സുനീത, രവീന്ദ്രൻ മാഷായിട്ട് നമുക്കിനി നെക്സ്റ്റ് സോങ്ങിലേക്ക് പോവാം. വിൻസെന്റ്, ഐ നോ യു ആർ വെയിറ്റിംഗ്. അപ്പോ വിൻസെന്റ്, ഹലോ. ഇന്ന് എനിക്ക് കിട്ടിയ ഈ 2 ആൾക്കാരുണ്ടല്ലോ, അമേസിംഗ് സിംഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സൈഡ് നമുക്ക് രവീന്ദ്രൻ മാഷാണെങ്കിൽ
ഈ സൈഡ് നമുക്ക് ആരാണ് നിങ്ങൾക്ക് അറിയണ്ടേ? വിൻസെന്റിന്റെ ഒരു ഫാമിലി ഇതെല്ലാം പറയുകയാണെങ്കിൽ ഹീസ് കമ്മിങ് ഫ്രം ദ ഫാമിലി ഓഫ് അവർ മ്യൂസിക് ഡയറക്ടർ ഔസേപ്പച്ചൻ സർ. അപ്പോ വിൻസെന്റ് ഈ ഒരു പാട്ട് കഴിഞ്ഞതിന് ശേഷം ഔസേപ്പച്ചൻ സാറായിട്ടുള്ള എക്സ്പീരിയൻസും നിങ്ങളുടെ റിലേഷനും നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് പറയണം കേട്ടോ. ബിക്കോസ് ഇറ്റ് ഇസ് വെരി, രണ്ടുപേരും വരുന്നത് ഒരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കണക്ഷൻസ്, ഫാമിലി, സീ ദ സ്റ്റോറി സുനിത വാസ് സേയിങ്. സിമിലർലി ഐ നോ യു ഓൾസോ വുഡ് ഹാവ് സം നൈസ് എക്സ്പീരിയൻസ് വിത്ത് സർ ഔസേപ്പച്ചൻ സർ. അപ്പം അടുത്ത പാട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ ഹിന്ദി നമ്പർ കമ്മിങ് ഫ്രം യു, റൈറ്റ്? അല്ലേ? ഏ മേരെ ഹംസഫർ. അതെ അതെ. അപ്പൊ നമ്മൾ ആ പാട്ട് കേട്ടിട്ട് നമുക്ക് ഔസേപ്പച്ചൻ സാറായിട്ടുള്ള റിലേഷനും എക്സ്പീരിയൻസും നമുക്ക് ഓഡിയൻസിന് വേണ്ടി ഷെയർ ചെയ്യണം കേട്ടോ. Okay, over to you, Vincent. സോ ഈ സോങ് എന്ന് പറയുന്നത് എല്ലാവരും നിങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഈ കയാമത്തക് എന്ന് പറഞ്ഞ് ഭയങ്കര ഹിറ്റായിട്ടുള്ള സോങ് ആയിരുന്നു. കാരണം നമ്മളൊക്കെ ആ കാലഘട്ടത്ത് ദൂരദർശനിലൊക്കെ നമ്മൾ കാത്ത് ഇരുന്നിട്ട് വേണം ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ. കാരണം അന്ന് ഇത്രയും ചാനൽസ് ഇല്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമ്മളത് കാണുമ്പോൾ ഒരു സുഖം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അതുപോലെ ഫ്രൈഡേയ്സ് ഒരു മൂവി വരും. അതുപോലെ എക്സെ ബഡ്കറേക്ക്, അങ്ങനെ കുറേ പാട്ടുകൾ, ചിത്രഹാർ. ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു ഇത്രയധികം ഓപ്ഷൻസ് ഇല്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമ്മളത് കിട്ടുമ്പോൾ ഒരു സന്തോഷം അത്. സോ അതിൽ ഈ പാട്ടുകൾക്ക് ആ കാലഘട്ടത്തിൽ വന്നതാണ്. Go ahead, we are waiting to listen from you. Sure, yeah. हे मेरे हम सफर एक सराइंद सा सुन सड़ाई दे रही है मंजिल प्यार की। हे मेरे हम सफर एक सराइंद सा सुन सड़ाई दे रही है मंजिल प्यार की। अब है जुड़ाई का मौसम, दो पल का मेहमान, कैसे न जाएगा अंधेरा, क्यों न थमेगा तूफान। अब है जुदाई का मौसम, दो पल का मेहमान, कैसे न जाएगा अंधेरा, क्यों न थमेगा तूफान। कैसे ना मिलेगी मंजिल प्यार की। हे मेरे हम सफर एक सराइंदज़ार, सुन सड़ाई दे रही है मंजिल
मंजिल प्यार की. അത്രേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് ഒരു സ്റ്റാൻസ് മാത്രം പാടാന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഇങ്ങനെ ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സ്റ്റോപ്പ് സംതിങ് എൽസ് ഇസ് കമ്മിങ് അപ്പ് ബിക്കോസ് യു ആർ കട്ടിംഗ് ഡൗൺ ദ സോങ് അല്ലേ? കാരണം എല്ലാം ഒരു സ്ലോ സോങ്സ് ആണ്. അപ്പോൾ നമുക്കൊരു ഫാസ്റ്റ് നമ്പർ പാടാൻ വേണ്ടിയിട്ട് ഞാൻ ഷോർട്ട് ആക്കി. അപ്പോ നമ്മുടെ ഔസേപ്പച്ചൻ സാറായിട്ടുള്ള ഒരു എക്സ്പീരിയൻസും റിലേഷൻഷിപ്പും നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് വിൻസെന്റ് ഒന്ന് ഷെയർ ചെയ്യൂ. സോ ഞങ്ങൾ കൂടുതൽ സമയം ചെന്നൈയിലായിരുന്നു, സുനിത പറഞ്ഞ പോലെ. അപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിങ് തൊട്ട് ചെന്നൈയിലായിരുന്നു. ഞാൻ കോടമ്പക്കത്തായിരുന്നു സ്കൂളിങ് ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് വി വെൻ ബാക്ക് ടു ചെന്നൈ. സോ അപ്പോൾ അന്ന് തൊട്ട് കുറേ സെലിബ്രിറ്റീസിനെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഔസേപ്പച്ചനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഫാമിലിയിൽ നന്നായിട്ട് അറിയാം. സോ ആളുടെ മകൻ കിരൺ ഇപ്പോഴും ഈസ് ഇൻ US, കിരൺ ഔസേപ്പച്ചൻ. സോ അപ്പോൾ അവരെ ആളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു മ്യൂസിക്കൽ ആൽബം ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിവോഷണൽ ആൽബം ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ ആളുടെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ അതിൻ്റെ ആളെ കൊണ്ടൊന്ന് കേൾപ്പിക്കാനൊക്കെ പറ്റി. പക്ഷെ ആളുടെ എക്സ്പെക്ടേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹൈ ആണ്. കാരണം നമ്മുടെ പാട്ടുകളുടെക്കാളും കുറേ ചെറിയ മൈന്യൂട്ട് തിങ്സ് പോലും നോട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. പേഷ്യൻ്റ്ലി ഹി ലിസൺ ടു ഓൾ ദ മ്യൂസിക് വിച്ച് വി ഹവ് ഡൺ. പക്ഷെ അതിപ്പോഴും ഞങ്ങൾക്കത് പുറത്തിറക്കാൻ പറ്റിയില്ല. ബൈ ദെൻ വി മൂവ് ടു US 2013. സോ അപ്പോൾ ആള് കുറേ വിശേഷങ്ങൾ പറഞ്ഞു. ഉണ്ണികളെ കഥ പറയാം എന്നുള്ള ആ ഒരു സോങ് ആൾ ചെയ്തിട്ടുള്ള ആളുടെ വിശേഷങ്ങളും ആ സമയത്ത് ഉള്ള അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ റെക്കോർഡിങ്ങും. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ആളുടെ വീട്ടിൽ പോയിട്ട് അങ്ങനെ കേൾക്കാൻ പറ്റാമെന്ന് പറയുന്നത് വലിയൊരു എക്സ്പീരിയൻസ്. പിന്നെ ആളുടെ പെങ്ങളുടെ മകനാണ് ഫ്രാങ്കോ, എല്ലാവർക്കും അറിയാം, ഒരു പ്ലേ ബാക്ക് സിംഗർ. ഹീ ഈസ് ഓൾസോ എ ഫ്രണ്ട് ഓഫ് മൈൻ. ഫ്രാങ്കോ ഏട്ടനെ ഞാൻ വിളിക്കുക. ആളിപ്പോൾ ഞങ്ങൾ തൃശ്ശൂരാണ്. സോ അവരുടെ ഒരു 7's ബാൻഡ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഐ യൂസ് ടു കണക്ട് വിത്ത് ഓൾ ദ 7's ബാൻഡിലുള്ള എല്ലാവരും എനിക്കറിയാം. സംഗീത് ഈസ് എ ബേസ് ഗിറ്റാറിസ്റ്റ്. പിന്നെ ഫ്രാങ്കോ ഏട്ടനെ അറിയാം. പിന്നെ സ്റ്റീഫൻ ദേവസി വാസ് ഓൾസോ പാർട്ട് ഓഫ് ദ 7's ബാൻഡ് ഏർലിയർ. ബട്ട് ആഫ്റ്റർ ദാറ്റ് ഹി മൂവ് ബാക്ക് ടു ചെന്നൈ, ആളുടെ ബ്രദറിൻ്റെ സ്റ്റുഡിയോ, സാം സ്റ്റുഡിയോ അല്ലേ. സോ അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ വേറൊരു ഇതെന്ന് പറയുന്നത് രാജാമണിയങ്കിൾ. സോ മെനി ഓഫ് യു നോ അബൌട്ട് രാജാമണിയങ്കിൾ. ഈ പാസ്റ്റ് അവേ ഒരു ജോൺസൺ മാഷിൻ്റെ ശിഷ്യനായിരുന്നു. ജോൺസൺ മാഷിൻ്റെ മകൾ മരിച്ചതിന് ശേഷമാണ് രാജാമണിയങ്കിൾ ഉടനെയാണ് മരിച്ചത്. സോ ഞങ്ങൾ ഫാമിലിയായിട്ട് നന്നായിട്ട് അറിയാവുന്നതായിരുന്നു. സോ ഹി യൂസ് ടു ഡു ലോട്ട് ഓഫ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഈവൻ കമ്മീഷണർ മൂവിയിലത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആളാണ് ചെയ്തത്. സോ അപ്പോൾ ഒരിക്കൽ ഒരു അവസരം കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീഫൻ്റെ സ്റ്റുഡിയോയിൽ ആളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് ഐ ഗോട്ട് എൻ എൻട്രി ടു ലിസൺ ടു ദാറ്റ് ആക്ച്വലി. സോ ആളുടെ മകൻ ഈസ് ഓൾസോ ഇൻ ടു ദ ഫിലിം ഇൻഡസ്ട്രി. പക്ഷേ തെലുങ്കുവിലാണ്, അച്ചു രാജാമണി എന്ന് പറഞ്ഞിട്ട്. ഹി ഡിഡ് വൺ മലയാളം സോങ്, ടേക്ക് ഇറ്റ് ഈസി പോളിസി എന്ന് പറഞ്ഞിട്ട് ഒരു പെപ്പി സോങ് ചെയ്തിരുന്നു, ഹാപ്പി ഹസ്ബൻഡ്സിൽ. സോ അങ്ങനെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ്. ചെന്നൈ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറയാ, ഇങ്ങനെയുള്ള കുറെ ആൾക്കാരെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും. ഒരു സാലിഗ്രാമം, കൊടമ്പക്കം എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ നമുക്ക് കുറെ പേരെ മീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് വി വിൽ ബി എന്താ പറയാ, നമ്മുടെ ജീവിതത്തിലൊരു നമുക്ക് മ്യൂസിക് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അവരൊക്കെ മീറ്റ് ചെയ്യാന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ ബ്ലെസ്സിങ്, ഐ വുഡ് സേ. You all have like amazing stories. ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യം. അപ്പോഴാണ് നിങ്ങൾക്ക് എല്ലാം സ്റ്റോറീസ്, സ്റ്റുഡിയോ പോയിട്ട് റെക്കോർഡിങ് കേൾക്കാൻ പറ്റുക, ബീയിങ് ദെയർ എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമല്ല. ലൈക്ക് അമേസിങ്. ഇറ്റ്സ് ഈവൻ ഓഡിയൻസ് ആണെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ like who we have got today, രണ്ട് amazing singers, അവർക്ക് amazing stories ഉണ്ട്. I know like this episode ഇനി I don't know how എത്രയൊക്കെ ഇതിൽ ഉൾക്കൊള്ളാൻ പറ്റും ഈ 2-hour എപ്പിസോഡിൽ. ഇതിനെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ മാക്സിമം ഉൾക്കൊള്ളാൻ നോക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ we will have one more episode അല്ലേ. അതിന് ഓരോ ആൾക്കും ഓരോ എപ്പിസോഡ് വേണ്ടി വരുമായിരിക്കും ഞങ്ങളുടെ കഥ. വിൻസെന്റ് അടിപൊളി പാട്ട് കേട്ടോ. ഈ പറഞ്ഞ മാതിരി ചിത്രഹാരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഗ്രൂപ്പിലുള്ള ആള് ഞാനും തന്നെയാണ്. അപ്പൊ അടിപൊളി ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണല്ലോ ദൂരദർശൻ അതിൽ കൂടെ വരുന്ന പാട്ടുകൾ കേൾക്കുക. എന്റെ ചേട്ടന്റെ ചേച്ചി പറയും, ജയശ്രീ സന്തോഷ്, പുള്ളിക്കാരി പറയുന്ന ചിത്രഹാരൊക്കെ വന്ന് എന്റെ അമ്മ TV ഇട്ടില്ലെങ്കിൽ ഞാൻ പിണങ്ങിപ്പോയി കിടക്കുമെന്ന്. അങ്ങനെ ആമീർ ഖാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും പുള്ളിക്കാരി. അതൊക്കെ പറഞ്ഞ നല്ല കഥയാ. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും പറഞ്ഞാൽ അറിയില്ല. they are all into YouTube എല്ലാം. they don't know about the waiting time നമുക്കൊക്കെ ഉണ്ടായിരുന്നു, അറിയില്ല.
അപ്പോ രണ്ടുപേരും വിൻസെന്റ് ആണെങ്കിലും താങ്ക് യു സോ മച്ച്. ആണെങ്കിലും തുഷ പാടി നമുക്ക് 2 സോങ്സ് എല്ലാം നല്ലതായിട്ട് പോകുന്നു. അപ്പൊ നമുക്കിനി നെക്സ്റ്റ് സോങ്ങിലേക്ക് കിടക്കാം. നെക്സ്റ്റ് സോങ് ഇസ് ഫ്രം വിൻസെന്റ്. വിൻസെന്റ് ഫുൾ സോങ് പാടാൻ നമുക്ക് സമയമുണ്ടോന്ന് അറിയില്ല. മേ ബി ഐ വിൽ ജസ്റ്റ് മേക്ക് ഇറ്റ് ആസ് എ വൺ സ്റ്റാൻസ, കാരണം നമുക്ക് ഇനിയും കുറച്ച് പാട്ടുകൾ ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ് ടു യു. ഷുവർ. സോ ഇറ്റ്സ് എ തമിഴ് മൂവി. ഇത് എല്ലാവർക്കും അറിയായിരിക്കും, ഈ സോങ് കേട്ടിട്ടുണ്ടായിരിക്കും. ഇത് അഭിനയിച്ചേക്കുന്നത് കാർത്തിക് ആൻഡ് റോജ, രണ്ടുപേരാണ് ഇതിൽ അഭിനയിച്ചേക്കുന്നത്. സോ ഇത് ഉന്നിടത്തിൽ എന്നെ കൊടുത്തേൻ 1998 ഇറങ്ങിയിട്ടുള്ള മൂവിയാണത്. അതിലത്തെ ഒരു സോങ് ആണ്. പാടിയേക്കണത് ഹരിഹരനാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ஏதோ ஒரு பாட்டு என் காதில் கேட்கும், கேட்கும் போதெல்லாம் உன் ஞாபகம் தாலாட்டும். ஏதோ ஒரு பாட்டு என் காதில் கேட்கும், கேட்கும் போதெல்லாம் உன் ஞாபகம் தாலாட்டும். என் கண்களின் இமகளிலே உன் ஞாபகம் சிறகடிக்கும். நான் சுவாசிக்கும் மூச்சினிலே உன் ஞாபகம் கலந்திருக்கும். ஞாபகங்கள் மழையாகும், ஞாபகங்கள் குடையாகும், ஞாபகங்கள் தீமூற்றும், ஞாபகங்கள் நீரூற்றும். ஏதோ ஒரு பாட்டு என் காதில் கேட்கும், கேட்கும் போதெல்லாம் உன் ஞாபகம் தாலாட்டும். கவிதை என்றாலே உன் பேரன் ஞாபகமே, கேட்கும் இசையெல்லாம் நீ பேசும் ஞாபகமே. பூக்களின் மெல்லே பனித்துளி பார்த்தால் முகப்பரு ஞாபகமே. அதிர்ஷ்டம் என்றதும் முந்தும் மச்சம் ஞாபகம், அழகு என்றதும் முந்தும் மொத்தம் ஞாபகம். ஏதோ ஒரு பாட்டு என் காதில் கேட்கும், கேட்கும் போதெல்லாம் உன் ஞாபகம் தாலாட்டும். So hope you enjoyed. ഓസം. ഐ നോ നമ്മള് കുറെ ഇനിയും പാട്ടുകൾ നിങ്ങൾ രണ്ടുപേരേനും വരാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഐ എം വെരി ലക്കി. എന്താ പറയാ, ടാലന്റഡ് ആയിട്ടുള്ള സിംഗേഴ്സ്, നിങ്ങൾക്ക് കുറെ സ്റ്റോറീസ്. അപ്പം കലാക്ഷേത്ര USA ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുന്നവരുടെ FYI നമുക്ക് ഒരു എപ്പിസോഡ് കൂടെ കിട്ടിയാൽ കൊള്ളാം. അതുകൊണ്ട് നമ്മൾ ഇനി നെക്സ്റ്റ് സോങ്ങിലേക്ക് കിടക്കാം. അപ്പൊ താങ്ക് യു വിൻസെന്റ്, അഗെയിൻ വൺ മോർ അമേസിംഗ് സോങ് ഫ്രം യു. നെക്സ്റ്റ് പാട്ടിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു വിൻസെന്റ്. നെക്സ്റ്റ് പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. മിന്നാരം എന്ന സിനിമയിലെ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള സോങ് ആണ് നിലാവ്യമായിരുന്നു. അത് പാടിയിരിക്കുന്നത് എം ജി ശ്രീകുമാർ പാടിയിരിക്കുന്നത്. അതിലെ ലിറിക്സ് എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി ആണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഞങ്ങളുടെ മകൻ എന്നെ പാട്ട് പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു ചെന്നൈയിൽ വെച്ചിട്ട്, രാജാമണികളുടെ കെയർ ഓഫിൽ.
ഞാനത് 2 ക്ലാസ് കഴിഞ്ഞപ്പോ വേണ്ടാന്നുണ്ടെന്ന് വിട്ടു. ഇപ്പൊ തോന്നുന്നുണ്ടോ പഠിക്കായിരുന്നു, കുറെ കൂടെ പഠിക്കണായിരുന്നു എന്നൊക്കെ അല്ലെ? സ്റ്റിൽ ആള് കോഴിക്കോട് നിന്നുള്ള ആളായിരുന്നു, കോഴിക്കോട് നിന്ന്. ദെൻ ഹി വെന്റ് ബാക്ക് ടു കാലിക്കറ്റ് ഐ തിങ്ക്. സോ അങ്ങനെ കുറെ ഈ പാട്ടുകളൊക്കെ പെട്ടെന്ന് എടുക്കുമ്പോൾ അതൊക്കെ പഴയ ഓർമ്മകളൊക്കെ വരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ടച്ചിങ് കേട്ടോ, ആയിട്ടുള്ള. അതുപോലെയൊക്കെ ലിറിക്സ് എഴുതുന്ന ഒരു കവിയൊക്കെ ഇപ്പൊ നമ്മുടെ ആരെങ്കിലും, എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ വരുന്ന മലയാളം സോങ്സ് ഒക്കെ പണ്ടത്തെ ആ ഒരു ലിറിക്സ് നോക്കുമ്പോൾ ഇപ്പോൾ ദർ ഇസ് നത്തിങ്. ആർക്ക് വേണമെങ്കിലും പാട്ട് എഴുതാവുന്ന രീതിയിൽ ചില സോങ്സ് നമുക്ക് കേൾക്കുമ്പോൾ തോന്നും. പക്ഷെ ആ ഒരു നമ്മുടെയൊക്കെ ഒരു 90s 2000 ആ ഒരു സമയത്തൊക്കെ വന്നതൊക്കെ ഭയങ്കര അർത്ഥവത്തായ പാട്ടുകൾ, അല്ലെങ്കിൽ ലിറിക്സ് നമുക്ക് തന്നെ ലിറിക്സ് തന്നെ ഒന്ന് മനസ്സിലാക്കാൻ കുറച്ചിരുന്ന് വായിക്കേണ്ടി വരും. ഇപ്പോഴെന്നൊക്കെ പറഞ്ഞാൽ എവറിത്തിങ് നമ്മൾ സംസാരിക്കുന്ന പോലെയുള്ള ലിറിക്സ് ആയിട്ട് മാറി. ഇപ്പോഴത്തെ ട്രെൻഡ് അതായിരിക്കും. പക്ഷെ പഴയ ആ പാട്ടുകളിലുള്ള ലിറിക്സ് ക്വാളിറ്റി അതൊന്നും, അത് ശരിക്കും നമ്മളൊക്കെ മിസ് ചെയ്യുന്നുണ്ട് അല്ലെ? ഇപ്പൊ കുറെ നമ്മുടെ എല്ലാം ന്യൂജൻ എല്ലാം വന്നു. വി ഓൾ വെൽക്കം ഓൾ ദ ചേഞ്ചസ്. പക്ഷെ നല്ല ഒരു ലിറിക്സ് എഴുതുന്ന ഒരാളെയൊന്നും ഇപ്പോ ഈ ഗിരീഷ് പുത്തഞ്ചേരി സാറെ പോലെ ഒരാളെയൊന്നും ഇപ്പൊ നമുക്ക് കിട്ടുന്നില്ല. അപ്പോ ലെറ്റ്സ് ഗോ ടു യുവർ സോങ്. വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ ദ സോങ്. ഓവർ ടു യു വിൻസെന്റ്. താങ്ക് യു. നിലാവേ മായുമോ കിനാവും നോവുമാ ഇളം തേൻ തെന്നല തലോടും പാട്ടുമാ ഇതൾ മാഞ്ഞരോർമ്മയെല്ലാം ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോ. നിലാവേ മായുമോ കിനാവും നോവുമാ മുറ്റം നിറയെ മിന്നിപ്പടരും മുല്ലക്കൊടി പൂത്ത കാലം തുള്ളിത്തുടിച്ചും തമ്മിൽ കൊതിച്ചും കൊഞ്ചിക്കളിയാടി നമ്മൾ നിറം പകർന്നാടും നിലവുകളെല്ലാം കതിരണിഞ്ഞൊരുങ്ങും മുൻപേ ദൂരെ പറയാതെ അന്നു നീ മാഞ്ഞു പോയില്ലേ. നിലാവേ മായുമോ ലില്ലി പപ്പലോലി ലില്ലി പപ്പലോലി Lili Papaloli, Lili Papaloli, Lili Papaloli, Lili Papaloli. ലില്ലി പപ്പലോലി ലില്ലി പപ്പ
പീലിക്കൂടിന്മേ കുഞ്ഞുമഴ വീഴും നാളിൽ ആടിക്കൂത്താടും മാരിക്കാറ്റായി നീ എന്തിനിതിലേ പറന്നു ഉള്ളിലുലഞ്ഞാലും മോഹപ്പൂക്കൾ വീണ്ടും വെറും മണ്ണിൽ വെറുതെ കൊഴിഞ്ഞു ദൂരെ ദൂരെ അതു കണ്ടു നിന്നു നിനയാതെ നീ ചിരിച്ചു നിലാവേ മായുമോ കിനാവും നോവുമാ ഇളം തേൻ തെന്നല തലോടും പാട്ടുമാ ഇതൾ മാഞ്ഞോർമ്മയെല്ലാം ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോ താങ്ക് യു. ഓപ്സം മോഹൻലാൽ ശോഭന ഒക്കെ ഇങ്ങനെ കൺമുമ്പിൽ വന്നിട്ട് ആ സീൻസ് ഒക്കെ ഇല്ലേ, ആ മൂവിത്തെ ഓരോരോ സീൻസും പിന്നെ ഫൈനലി ആ ഒരു സാഡ് എൻഡിങ് ഇതെല്ലാം നമുക്ക് ആ ഒരു പാട്ടിലൊക്കെ കൂടെ തന്നെ കൊണ്ടുപോയിട്ടോ വിൻസെന്റ്. ശരിക്കും നല്ല അത് ലാസ്റ്റ് ആ ശോഭനയുടെ എൻഡിങ്ങിൽ ആ ടേപ്പ് കറങ്ങണതും ആ മൂവിയൊക്കെ. അതെ ഇതിൽ കുറെ നല്ല സോങ്സ് ഉള്ള ഒരു മൂവി ആയിരുന്നു മിന്നാരം. ഒരു ആ കോളേജ് ലൈഫ് കാണിക്കുന്നതും ഒരു വല്ലം പൊന്നും പൂവും എന്നുള്ള പാട്ടൊക്കെ ഇപ്പൊ കേട്ടാലും നമുക്ക് കളിക്കാൻ തോന്നും. അതിൽ അല്ലേ ആ ഒരു 50 നമ്പർ സോങ് ഒക്കെ നല്ലൊരു മോഹൻലാലിന്റെയും എം ജി ശ്രീകുമാറിന്റെയും മിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല സിങ്കാണത്. എന്താ ചെയ്യാ? അത് ചെയ്യോ അതിന് അറിയില്ലായിരുന്നു. യു വാണ്ട് ടു ഡു ലാലേട്ടൻ ഫോർ നമ്മുടെ ഓഡിയൻസ്. നമ്മുടെ ഷോ ഇങ്ങനെ എൻഡിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. ഐ നോ എൻഡ് ചെയ്യണ്ടാന്ന് എനിക്കും ആഗ്രഹമുണ്ട്, സുനിതയ്ക്കും ഉണ്ട്, വിൻസെന്റ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകര് കമന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ലൈജു വിജേഷ്, ലിസ റാം, ജയശ്രീ സന്തോഷ്, ശാന്ത സുഖു, പിന്നെ എന്റെ കുറെ ഫ്രണ്ട്സിന്റെയും പേഴ്സണൽ ആയിട്ടുള്ള മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദേ ആർ ഓൾ സേയിങ് ദി ഷോ ഈസ് റിയലി ഗോയിങ് വെൽ. അപ്പൊ നമ്മൾ ഇതുപോലെ 1 more എപ്പിസോഡ് ആയിട്ട് ഇനിയും വരും, അത് ഉറപ്പാണ്. നമുക്കൊരു ഫൈനലി ഒരു സോങ് കൂടെ ഉണ്ട് വിൻസെന്റ്. നിലാവേ മായുമോ എന്നൊരു പാട്ടിൽ നമ്മൾ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് നമുക്കൊരു ഹാപ്പി ഒരു മൂഡിൽ വേണം നമ്മുടെ ഷോ എൻഡ് ചെയ്യാൻ, അല്ലെ? നമ്മൾ ഇത്രയും നേരമായിട്ട് വി ആർ ഓൾ ടോക്കിംഗ്, നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. വിൻസെന്റ്, ലെറ്റ്സ് മൂവ് ടു ദ ഫൈനൽ സോങ് ഓഫ് ദ ഷോ. Okay, and then we will come back again. Okay, അപ്പോൾ വിൻസെന്റ്, over to you. മേരെ സപ്നോ കി റാണി അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. ഡാർജിലിംഗിലായിരുന്നു ഇതിന്റെ ഷൂട്ടിംഗ്. സോ വെരി ഫേമസ് കിഷോർ കുമാറിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള. കിഷോർ കുമാറാണോ മുഹമ്മദ് റാഫിയാണോ? ഐ എം കൺഫ്യൂസ്ഡ്. ഓഡിയൻസ് വന്നിട്ടുണ്ടെങ്കിൽ പറയുന്നതിന് മുമ്പ് പാട്ട് തുടങ്ങിക്കോളൂ. കിഷോർ കുമാർ. ഓക്കെ. मेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया। मेरे सपनों की रानी कब आएगी तू, आए रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू, चलिया तू चलिया। प्यार
की गलियां, बागों की कलियां, सब रंग रलियां पूछ रही है। प्यार की गलियां, बागों की कलियां, सब रंग रलियां पूछ रही। एक पंकज पे किस दिन गाएगी तू, मेरे सपनों की रानी कब आएगी तू। आए रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू। चलिया तू चलिया। फूल से खिल के पास आ दिल के, दूर से मिल के चैन आए। फूल से खिल के पास आ दिल के, दूर से मिल के चैन आए। और किस्मत मगर पाएगी तो, मेरे सपनों की रानी कब आएगी तू। आए रुत मस्तानी कब आएगी तू, बीती जाए जिंदगानी कब आएगी तू। चलिया तू चलिया। താങ്ക് യു. അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി ഡിസ്ക്ലൈമർ പറയണം, പാട്ടിൽ ഇച്ചിരി ലിറിക്സ് അവിടെയൊക്കെ മറന്നുപോയി, പക്ഷെ ഒരു ഓളം കിട്ടിയെന്ന് തോന്നുന്നു. അടിപൊളിയായിരുന്നു. ഈ വിൻസെന്റ് ഇത്ര നേരം എവിടെയായിരുന്നു വിൻസെന്റ്? ഇതുപോലത്തെ പാട്ടുകൾ കിട്ടുന്ന വൈബ് ഇസ് ഡിഫറെന്റ് അല്ലേ സുനിത? അതെ, ആ വോയിസ് വാസ് റിയലി സൂട്ടിങ് ഫോർ ഈ പാട്ടിന്. ഇറ്റ് വാസ് വെരി പെർഫെക്റ്റ്. യാ, വിൻസെന്റ് ഇത് തകർത്തു കേട്ടോ. ഔട്ട് ഓഫ് വേർഡ്സ്. വിൻസെന്റ്, how did you feel throughout this 2 hour കൂടുതലായി നമ്മൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളും വിശേഷങ്ങളും ആയിട്ട് അല്ലേ? നമ്മളൊക്കെ എല്ലാവരും സഹിച്ച എല്ലാവർക്കും താങ്ക് യു. അവരൊക്കെ എൻജോയ് ചെയ്തിട്ട് see the comments you are getting. ഈ ലാസ്റ്റ് സോങ് ഒക്കെ വന്നപ്പോ കുറെ പേര് ഇതാ ഗേൾസിന്റെ കമന്റ്സ് കൂടുതൽ വരാം. സപ്നോം കി റാണി എല്ലാരും എത്തി. വിൻസെന്റിന്റെ സപ്നോം കി റാണി എത്ര പേരുണ്ടായിരുന്നു. സൂരജ്, കുറെ ആൾക്കാർ ഇതേ പാട്ടുകൾ, നല്ല നല്ല പാട്ടുകൾ വരുന്നു, നല്ല നല്ല ഹാർട്ട് സിംബൽസ് വരുന്നു, പോപ്പപ്സ് വരുന്നു. ലൈക്ക് സീ ഹൗ എവരിബഡി ഈസ് ലൈക്കിംഗ് യു വിൻസെന്റ്. അപ്പൊ നല്ല സെലക്ഷൻ ഓഫ് സോങ്സ് ആയിരുന്നു നിങ്ങൾ രണ്ടുപേരും. എനിക്ക് ഇനിയും നിങ്ങളെ ഹോസ്റ്റ് ചെയ്യണമെന്ന് വളരെ നല്ല ആഗ്രഹമുണ്ട്. ഇറ്റ് വാസ് ലൈക്ക് റിയലി റിയലി നൈസ്. അപ്പൊ വിൻസെന്റ്, താങ്ക് യു സോ മച്ച്. നമ്മുടെ ഓഡിയൻസിനോട് എന്തെങ്കിലും വിൻസെന്റിന് പറയാനുണ്ടോ? എല്ലാവർക്കും താങ്ക് യു ഇത് ഞങ്ങൾ വാച്ച് ചെയ്തതിനും. സോ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് പിന്നെ ഐഷു, ഞാൻ കേട്ടത് ഒരു മോട്ടിവേഷണൽ സ്പീക്കർ എന്നുകൂടിയും കേട്ടു. ഈ ഒരു പ്രത്യേകിച്ച് ഒരു കോവിഡ് സിറ്റുവേഷനിൽ മോട്ടിവേഷണൽ സ്പീക്കർ എന്ന് പറഞ്ഞാൽ വളരെ എല്ലാവർക്കും ഒരു ആശ്വാസം നൽകുന്ന ഒരു ഇതാണ്. സോ താങ്ക് യു. നന്നായിട്ട് MC ചെയ്തായിരുന്നു. ഈവൻ സുനിത നന്നായിട്ട് പാട്ട് പാടിയായിരുന്നു. ഞങ്ങളുടെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ആൻഡ് ഐ വാണ്ട് ടു താങ്ക് ശ്രീജിത്ത് ആൻഡ് സുധീർ ചേട്ടൻ. അവര് ഇങ്ങനൊരു ഷോ കണ്ടിന്യൂ ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ എത്ര എഫേർട്ട് ഉണ്ടെന്ന് അറിയാം. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. സോ അത്രേ ഉള്ളൂ കാര്യങ്ങൾ പറയാൻ. സെയിം ഹിയർ. ഞാനും വിട്ടുപോയി ശ്രീജിത്ത് ആൻഡ് സുധീർ ഏട്ടൻ. അവർ ഒരുപാട് അവർക്കും ഒരുപാട് പേഷ്യൻസ് ഉണ്ട് ആക്ച്വലി. ഇങ്ങനെ ഒരു പ്രോഗ്രാം കൊണ്ടുപോകാൻ എല്ലാവരും, ഈ MC ആവട്ടെ അല്ലെങ്കിൽ അതിലുള്ള കംപ്ലീറ്റ് ടീം ആവട്ടെ, എല്ലാവർക്കും ഇതിലൊരു പേഷ്യൻസ് വേണമല്ലോ. അത് എല്ലാവർക്കും ഉണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച്. റിയലി നൈസ് ടു ഹിയർ ഫ്രം യു സുനിത ആൻഡ് വിൻസെന്റ്. ആൻഡ് സുഷയോടും പറയൂ, നമ്മുടെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോണ താങ്ക്സ് പറയൂ. കലാക്ഷേത്ര USA പേരിൽ നമ്മൾ താങ്ക്സ് പറയാണ്. അപ്പോ വൺസ് അഗൈൻ താങ്ക്സ് ടു ദ സ്പോൺസേഴ്സ്. അപ്പോ ഇത്രയും നേരം നമ്മുടെ ഈ ഷോ ഒരു 2 hours കൂടുതലായി. നമുക്ക് ഇനി വിശേഷങ്ങൾ പറഞ്ഞ് തീർന്നിട്ടും ഇല്ല. എന്നാലും ഈ ഒരു 2 hours നിങ്ങളൊരു സാറ്റർഡേ ഈവനിങ് ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വന്നതിൽ, ഇത് ലൈവായിട്ട് ഇത്ര നേരം ഇരുന്ന് കണ്ടവർക്കും, നമുക്ക് മെസ്സേജസ് അയച്ചവർക്കും, ലോട്ട്സ് ഓഫ് ഹാർട്ട്സ് ആൻഡ് ലൈക്സ് ആൻഡ് തിങ്സ് കമ്മിങ് അപ്പ്. ആങ്കറിങ് ഇഷ്ടമാണ് പറഞ്ഞു, ചിലവർ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നു, ചോയ്സ് ഇഷ്ടമാണ് പറഞ്ഞു. അപ്പൊ എല്ലാം നമുക്ക് ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് കലാക്ഷേത്ര USA ലക്ഷ്യവും. പാടാൻ നമുക്ക് പാടാവിന്റെ ഒരു
ഒരു ഇതും ഒരു റിലാക്സിങ് ഒരു ഈവനിങ് ആയിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹോപ്പ് യു ഓൾ ഹാഡ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് വിത്ത് ദിസ് ഷോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് മിസ്സായി പോയവർക്ക് യു ക്യാൻ ഓൾവേസ് കം ഹിയർ ആൻഡ് വാച്ച് ദിസ് ഷോ റെക്കോർഡഡ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഇനി ഇത് കാണുന്ന ആൾക്കാർ, സുനിതയും വിൻസെന്റും ഒക്കെ പറഞ്ഞ പോലെ നിങ്ങൾ ഹിഡൻ ടാലൻസ് ഉള്ളവരാണെങ്കിൽ, ഇഫ് യു ആർ റെഡി ടു കം അപ്പ്, വീട്ടിൽ നിന്ന് ആ ഒരു എന്താ പറയാ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറയുന്ന പോലെ, കം ഔട്ട് ഓഫ് യുവർ ഷെൽ ആൻഡ് ഷോ ദ വേൾഡ് ഹൂ യു ആർ. നമുക്കറിയില്ല ഇതിനിടയ്ക്ക് ആരൊക്കെ, എത്ര യേശുദാസും എത്ര സുജാതയും എത്ര ചിത്രാമ്മയും എത്ര ജാനകിയും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ടാലൻസ് പുറത്ത് കൊണ്ടുവരിക. ഡു റൈറ്റ് us to kalakshetra@gmail.com. നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ മെസ്സേജും അയക്കാം. വൺ ഓഫ് us will definitely be in touch with you. സോ എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുകയാണ്. ശുഭനിദ്ര, സുഖനിദ്ര. ബൈ. See you all.